നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ആ സസ്പെൻസിന് വിരാമമായിരിക്കുന്നു. പൗലോ ഡിബാല സൗദി അറേബ്യയോട് നോ പറഞ്ഞിരിക്കുന്നു. അൽ ഖാദിസിയയിലേക്ക് താരം ചേക്കേറുമെന്ന് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനി അടക്കം ഇന്നലെ പോലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ് നെഡോലി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു, ഇല്ല, പൗലോ ഡിബാല സൗദി അറേബ്യൻ ഓഫർ റിജക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ പിന്നീട് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനയും അത് കൺഫേം ചെയ്തു. 75 മില്യൺ യൂറോയുടെ വമ്പൻ ഓഫറാണ് ഇപ്പോൾ പൗലോ ഡിബാല നിരസിച്ചിരിക്കുന്നത്. നേരത്തെ ലിയോ മെസ്സി അൽ ഹിലാലിലേക്ക് വമ്പൻ ഓഫർ വന്നപ്പോൾ നിരസിച്ചത് പോയ സീസണിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു അർജന്റീൻ സൂപ്പർ താരം കൂടി സൗദിയോട് നോ പറയുന്ന കാഴ്ച. 75 മില്യൺ യൂറോ ആയിരുന്നു അദ്ദേഹത്തിന്റെ സാലറി പാക്കേജ്. 3 വർഷത്തേക്കുള്ള സാലറി പാക്കേജ് അങ്ങനെയായിരുന്നു എന്നാണ് ഫബ്രീസിയോ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അൽ ഖാദിസിയയുടെ ഓഫർ പൗലോ ഡിബാല പരിഗണിക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നെങ്കിലും ഒടുവിൽ അദ്ദേഹം റോമയിൽ തന്നെ തുടരുകയാണ് എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ഫബ്രീസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: പൗലോ ഡിബാല സ്റ്റേസ് അറ്റ് AS റോമ, ദി ബിഡ് ഫ്രം അൽ ഖാദിസിയ ഹാസ് ബീൻ റിജക്റ്റഡ് എന്ന് തന്നെ പറയുന്നു. ഏതായാലും ഡിബാലയെ സംബന്ധിച്ചിടത്തോളം 30-കാരനായിട്ടുള്ള താരം AS റോമയിലെ ആരാധകർ വല്ലാതെ സ്നേഹിക്കുന്ന കളിക്കാരനാണ്. ഇന്നലെയും അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വലിയ രൂപത്തിൽ AS റോമ ആരാധകർ തിങ്ങിക്കൂടി അദ്ദേഹത്തിന്റെ പേര് ചാൻഡ് ചെയ്യുന്ന കാഴ്ച കണ്ടിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ വൈറലാണ്. അതൊക്കെ അദ്ദേഹം കണ്ട് ഒടുവിൽ AS റോമയിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സൗദിയോട് മറ്റൊരു അർജന്റീൻ സൂപ്പർ താരം കൂടി നോ പറഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.